ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നു. ഗണേഷ് കുമാറിനെ സംഘാടകർ നേരിട്ടെത്തിയാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. വാളകത്തെ വീട്ടിലെത്തിയാണ് RSS നേതാക്കൾ മന്ത്രിയെ കണ്ടതും ക്ഷണിച്ചത്. NSS ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ഗണേശിനെ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല NSS ഡയറക്ടർ ബോർഡ് അംഗമെന്ന നിലയിലുമാണ് ക്ഷണിച്ചത്. അവരുടെ ക്ഷണം എഴുന്നേറ്റ് നിന്ന് പഞ്ചപുച്ഛമടക്കി കുനിഞ്ഞു നിന്ന് ബഹുമാന പുരസ്സരം സ്വീകരിച്ചു. ഇനി ഇതിലും കൂടുതൽ കുനിയാനില്ല. താലത്തിൽ വെച്ച് നീട്ടിയ ക്ഷണപത്രം ഗണേശപിള്ള ചിരിയോടെ ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രാണപ്രതിഷ്ഠ മഹാസമ്പർക്കത്തിൻ്റെ ഭാഗമായി അയോധ്യയിൽ നിന്ന് എത്തിച്ച അക്ഷതവും രാമക്ഷേത്രത്തിൻ്റെ ചിത്രവും നൽകിയാണ് മന്ത്രിയെ ക്ഷണിച്ചത്. RSS പ്രാന്ത സഹസമ്പർക്ക് പ്രമുഖ് CC ഷെൽമൻ, കൊല്ലം വിഭാഗം സഹകാര്യവാഹ് ജയപ്രകാശ്, BJP അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ്, സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവരാണ് വാളകത്തെ മന്ത്രിയുടെ വീട്ടിലെത്തി ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. അവരുടെ മുന്നിലാണ് കുനിഞ്ഞത്. ചടങ്ങിൽ തീർച്ചയായും പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ CPM നിലപാട് ഗണേശപിള്ളയെ അറിയിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കാര്യങ്ങൾ ഗണേശപിള്ളയോട് വിശദീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഗണേശപിള്ളയെ അവർ ബന്ധപ്പെട്ടതും അവർക്ക് ഗണേഷ് കുമാർ ഈ സന്ദർശനം അനുവദിച്ചതും അക്ഷതം ഏറ്റുവാങ്ങിയതും. ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. സംസ്ഥാനത്ത് രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പരിപാടികളിൽ നിന്ന് CPM നേതാക്കളും അണികളും അകന്നു നിൽക്കും. ഈ സാഹചര്യത്തിൽ ഗണേശും പോകരുതെന്ന് തന്നെയാണ് CPM നിലപാട്. NSS നേതൃത്വത്തെ ആകെ ചടങ്ങിലേക്ക് പരിവാറുകാർ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NSS നിലപാടും അതിനൊരു നിർണായക ഘടകമാകും. മുൻകൂട്ടി മന്ത്രിയുടെ അനുവാദം വാങ്ങി RSS നേതാക്കൾ എത്തിയതും CPMനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും പരിപാടിയിലേക്ക് സംഘാടകർ ക്ഷണിച്ചിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ക്ഷണം യെച്ചൂരി നിരസിച്ചു. അതെല്ലാം വാർത്തയായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ഉത്സവമാക്കാനുള്ള ശ്രമത്തിലാണ് BJPയും RSSും. ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വരുന്നവർക്കായി ഗതാഗതത്തിനായി ട്രെയിന്, ബസ്, വിമാന മാർഗങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുമുണ്ട്.